ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ദുബായിലേക്ക് പോവുകയാണ് കേട്ടോ. ബാംഗ്ലൂരേക്ക് ബസ് കയറിയിട്ട് അവിടെ നിന്നാണ് നമുക്ക് നമ്മളുടെ ഫ്ലൈറ്റ് ഉള്ളത്. കുറേ ദൂരമുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ പോകുന്നൊന്നും ഞങ്ങൾക്കൊരു വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ബാംഗ്ലൂരൊക്കെ പോയിട്ട് മാറി കയറുന്നത്. ഇപ്പോൾ കുറേ ഫ്ലൈറ്റുകൾ ഇല്ലാത്തത് കൊണ്ടും ഉള്ള ഫ്ലൈറ്റിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ടുമാണ് അങ്ങനെ ബാംഗ്ലൂരേക്ക് ടിക്കറ്റ് എടുത്തത്. പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികൾ ഉണ്ടായിരുന്നു. അതായത് ഈ പെട്ടികളൊക്കെ ലോക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ KSRTC സ്റ്റാൻഡിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ ലഗേജ്. 10 കിലോ ഇനിയും എടുക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു. ഈ മനോഹരമായ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ബസ്സൊക്കെ AC ബസ് ആയതുകൊണ്ട് തന്നെ പോകുമ്പോൾ ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ലോണം ബാക്കിലേക്ക് പോയിട്ട് കിടക്കാൻ പറ്റുന്ന രീതിക്കായിരുന്നു ബസ്സൊക്കെ ഉണ്ടായിരുന്നത്. എനിക്കും അനിയത്തിക്കും 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും സൈഡ് സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് 2 മണിക്കൂർ ഞാൻ, അത് കഴിഞ്ഞ് 2 മണിക്കൂർ നീ, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ഇരിക്കുക എന്നുള്ളത്. താമരശ്ശേരി ചുരം കയറുന്ന ടൈമിലാണ് കുരിശും വെച്ചിട്ട് കുറേ ആൾക്കാർ പോകുന്നത് കണ്ടത്. അപ്പോഴാണ് ഗുഡ് ഫ്രൈഡേ ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത് തന്നെ. പിന്നെ ഞാൻ ഒരു ഇമേജൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടു. ഇപ്പം നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ചുരമൊക്കെ കയറുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. എൻ്റെ അനിയത്തി അങ്ങനെ പിടിച്ചുണർത്തിയിട്ട് ചേച്ചി നോക്ക് എന്തൊരു ഭംഗിയാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നത്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന എൻ്റെ വോയിസ് ഓവർ ഞാൻ ഈ ദുബായിലുള്ള റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നല്ല എന്താ പറയുക പള്ളീൻ്റെ ഈ വിളിയൊക്കെ ഉണ്ട്. കർണാടകയിൽ എത്തിയപ്പോഴേ ഞാൻ എൻ്റെ അനിയത്തിനോട് പറഞ്ഞു, ഇത് നോക്ക് എന്ത് കടകളാണ്, ചെറിയ ചെറിയ കടകളാണ്. നമ്മൾ കേരളത്തിലുള്ള പോലെ വലിയ കൂട്ടം കടകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളത്. ഒരു ടൈമിൽ ബാംഗ്ലൂർ എത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. കാരണം ബാംഗ്ലൂരിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന രീതിക്ക് ഭയങ്കര രസമുള്ളൊരു ബാംഗ്ലൂർ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് മാറിക്കയറി. അതായത് ബാംഗ്ലൂർ വരെ ഒരു ബസ്, ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് എയർപോർട്ടിലേക്ക് വേറെ ബസ്സായിരുന്നു. അത് ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ മാറിക്കയറി. 4-ാം തീയതി പുലർച്ചെ 4:25 പ്ലെയിൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3-ാം തീയതി രാവിലെയാണ് ബസ് കയറിയത്. അതായത് 10 മണിക്ക് ബസ് കയറി 8 മണിക്ക് ബാംഗ്ലൂർ എത്തി. അതിൻ്റെ ശേഷം ഞങ്ങൾ ബസ് മാറിക്കയറി ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ എയർപോർട്ടിലും എത്തി. ഇതാണ് കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ടാണ് എന്നാണ് പറയുന്നത്. ഞാൻ പറച്ചിൽ കേട്ടപ്പോൾ വിചാരിച്ചു വെറുതെ തള്ളുവാണെന്നുള്ളത്. പക്ഷേ ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളത്. ഫുൾ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഉള്ളിലൊക്കെ മൊത്തം ഗ്രീൻ ആയിട്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിസയും ടിക്കറ്റും ഒക്കെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര നേരത്തെ കിടക്കണ്ട, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 12 മണിയാകുമ്പോഴേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ശേഷം ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പുറത്ത് കാണുന്നതിനെക്കാട്ടും ഭംഗി ഉള്ളിൽ കാണാനായിരുന്നു. ആ ഭംഗിയൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ തന്നെ പറ്റിയിട്ടില്ല കേട്ടോ. എൻ്റെ മുഖമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താ വെച്ചാൽ അത്ര മണിക്കൂർ യാത്ര ചെയ്ത് മുഖമൊന്നും ഞാൻ കഴുകിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കഴുകിക്കഴിഞ്ഞാൽ എന്തായാലും ഐലൈനറൊക്കെ പരന്ന് കുളമാവുമെന്ന് അറിയുന്നത് കൊണ്ട് ആ റിസ്കിന് ഞാൻ നിന്നില്ല. അത്രയും എന്താ പറയുക മുഖത്ത് ലിപ്സ്റ്റിക്ക് ഇല്ല, കണ്ണാണെങ്കിൽ പടർന്ന് കിടക്കുമായിരുന്നു നല്ലോണം കിടന്ന് ഉറങ്ങിയതൊക്കെ കൊണ്ട്. പിന്നെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബാംഗ്ലൂർ എയർപോർട്ടിൽ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും പോകണം. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ ഞാൻ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. കാരണം എൻ്റെ കോലം കാരണമാണ് കേട്ടോ. ഈ കോലത്തിൽ എന്ത് ഫോട്ടോ എടുത്തിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ എടുക്കാറ്. അല്ലാതെ വെറുതെ ഒന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ എനിക്ക് ഈ കോലത്ത് പോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തൂല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഡ്യൂട്ടി ഫ്രീ ആണ്. അതായത് നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം. അത്യാവശ്യം നല്ല റേറ്റാണ്. ഇവിടെ നിന്നായിരുന്നു എൻ്റെ അച്ഛനൊപ്പം പോകുന്ന ടൈമിലൊക്കെ ഞങ്ങൾ കള്ളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ദുബായിലാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം 6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോകുന്നത്. അതും എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകണമെന്നൊന്നും. പക്ഷെ എൻ്റെ അനിയത്തി
അനിയത്തിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അവൾക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അവൾ ചെറുപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 10th കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഓർമ്മയൊക്കെ ഉണ്ട് ദുബായ് എന്താന്നുള്ളതൊക്കെ. +2 കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അവൾ ഡിഗ്രിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഇനി പിന്നെ അവൾക്ക് പോകാൻ പറ്റില്ല മേ ബി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പോകാമെന്ന് അങ്ങ് വിചാരിച്ചത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഈ വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ട് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയത്തിയാണ് പറഞ്ഞത് വേണ്ട, നമുക്ക് ലോങ് വീഡിയോ തന്നെ എടുക്കാം, അതാവുമ്പോൾ മെമ്മറി ആവുമല്ലോ, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ബാംഗ്ലൂരിൽ നിന്നല്ലേ പോകുന്നത്, എല്ലാവരും എപ്പോഴും പോകുന്ന സ്ഥലത്തല്ലല്ലോ പോകുന്നത്, അതുകൊണ്ട് നീ വലിയ വീഡിയോ തന്നെ എടുത്തോന്ന്. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ ഷോർട്സ് ഒന്നും എടുത്തില്ല, എന്നാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 4:25 വരേണ്ട ഫ്ലൈറ്റ് 5 മണിക്കായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു പുറത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അനിയത്തി പറഞ്ഞു അവൾക്ക് സൈഡ് സീറ്റ് വേണം, തിരിച്ച് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരുന്ന ടൈം നീ സൈഡ് സീറ്റിൽ ഇരുന്നു എന്നും അവൾ പറഞ്ഞു. അങ്ങനെ പ്ലെയിനൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ ലാൻഡ് ചെയ്തപ്പോഴാണ് എഴുന്നേറ്റത് തന്നെ. അങ്ങനെ ഞങ്ങൾ ലഗേജ് കയറ്റി വിട്ട പെട്ടിയൊക്കെ ഞങ്ങൾക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പിക്ക് ചെയ്യാൻ വന്നു, ഞങ്ങൾ അങ്ങനെ പോയി. ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പാട് തന്നെ ഈ വീഡിയോസ് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും എല്ലാം നമ്മളുടെ ദുബായ് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.